Hello friends, welcome back to Visit My Dream World. ഞാൻ നിങ്ങളുടെ ജിഷ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായിരിക്കും എന്നാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് നടക്കാൻ ഇറങ്ങിയാലോ? പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പൂക്കൾ കൊണ്ട് ക്രൗൺ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അതിന് കുറച്ച് ദൂരം 2 മിനിറ്റ് നടക്കേണ്ട ദൂരമുണ്ട്. അപ്പോൾ പൂക്കൾ ശേഖരിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം പൂക്കൾ ശേഖരിക്കാൻ ഒരു തേക്കലെടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാം എത്തിക്കഴിഞ്ഞു, നമുക്കിനി പോവാം. അപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞു നമ്മുടെ കുഞ്ഞി പൂന്തോട്ടത്തിലോട്ട്. പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ കുറച്ച് കാട്ടുപൂക്കളാണ്, വലിയ പൂന്തോട്ടമൊന്നും അല്ല. അപ്പോൾ ശരി, നമുക്ക് നമ്മുടെ പൂന്തോട്ടത്തിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ പൂന്തോട്ടം, കുഞ്ഞി പൂന്തോട്ടം. അറിയാമല്ലോ, കുഞ്ഞിപ്പൂക്കള്. ഇത് നമ്മുടെ ഒരു ഐറ്റം കാട്ടുപൂവാണ്. ഇതിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ വലിയ പിടി എനിക്കില്ല. പക്ഷെ നമ്മുടെ ക്രൗണൊക്കെ ചെയ്യാനായിട്ട് അടിപൊളി പൂവാണിത്. അപ്പൊ നമുക്ക് പൂക്കളം പറിക്കാം. പൂക്കളം പറിക്കുമ്പോൾ നമ്മൾ ക്രൗൺ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും തണ്ട് നീളത്തിൽ വേണം പറിക്കാനായിട്ട്. കണ്ടിച്ചിരി നീളം വേണം, എന്നാലും നമുക്ക് ക്രൗൺ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമ്മള് ക്രൗണിന് ആവശ്യമുള്ള പൂക്കളൊക്കെ പറിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ക്രൗൺ ഉണ്ടാക്കാനായിട്ട് പിടിക്കാം. അപ്പൊ നമുക്ക് ശുദ്ധമായ വായു ശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ക്രൗൺ ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം 2 പൂക്കൾ എടുക്കണം. അതിനുശേഷം അതിനെങ്ങനെ ഇതുപോലെ വയ്ക്കണം. ഇതുപോലെ ക്രോസായി വെച്ചതിന് ശേഷം മുകളിലിരിക്കുന്ന പൂവിൻ്റെ തണ്ട് അടിഭാഗത്തു കൂടെ എടുത്ത് മുകളിലോട്ടാക്കി നമ്മൾ ഏത് പൂവിൻ്റെ തണ്ടാണോ എടുത്തത് ആ പൂവിൻ്റെ മുകളിൽ കൂടെ തന്നെ, അതിൻ്റെ തണ്ടിൻ്റെ മുകളിൽ കൂടെ തന്നെ എടുക്കണം. അപ്പോൾ അവിടെ ഒരു ലോക്ക് പോലെ വീഴുന്നതായിരിക്കും. പിന്നെ ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയാൽ മതി. പൂക്കൾ പരസ്പരം അടുത്ത് ചേർത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വേണം ഇത് ചെയ്യാനായിട്ട്. നല്ല ടൈറ്റാക്കി കൊടുക്കണം. ആ ലോക്ക് അങ്ങോട്ട് ഇച്ചിരി വലിച്ച് നീട്ടിയാൽ മതി, തണ്ട് വലിച്ച് നീട്ടിയാൽ മതി. അപ്പോഴത്തേക്കും നമുക്കത് ടൈറ്റായി കിട്ടും. അങ്ങനെ ഫ്ലവേഴ്സ് എല്ലാം കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ തലയുടെ അളവിനനുസരിച്ച് ആയതിനു ശേഷം ഞാനിവിടെ ഒരു നൂല് ഉപയോഗിച്ച് അതിനെ കെട്ടിക്കെടുക്കുന്നുണ്ട്. അപ്പോൾ 2 അഗ്രമായിട്ടാണ്, 2 അറ്റമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെ 2 ഒരുമിച്ച് ചേർത്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി കെട്ടിക്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രൗണ് റെഡിയായി. നമ്മുടെ നാച്ചുറൽ ഫ്ലവർ ഉപയോഗിച്ചിട്ടുള്ള ക്രൗണ് റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഈ ഫ്ലവർ ക്രൗൺ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി, വെറൈറ്റീസ് വീഡിയോസിനായി മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.